കേരളത്തിൽ പലയിടത്തും പെരുമഴ തുടരുകയാണ്. നമുക്കാണെങ്കിൽ ക്രിക്കറ്റിന്റെ ആവേശം ഈ മഴയൊന്നും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഇല്ല, കാരണം നമ്മൾ ക്രിക്കറ്റിന്റെ ആവേശം ഈ മഴ കൊണ്ട് കെടൂല. നമ്മൾ എവിടെ ചെന്നാലും ആളുകൾ വൻ സ്വീകരണമാണ് തരുന്നത്. അതെ, നമ്മളുള്ളത് ഇന്ന് നമ്മുടെ വിക്കറ്റ് ടു ടിക്കറ്റ് മത്സരം നമ്മൾ നടത്താൻ പോകുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ക്രിക്കറ്റ് ഗ്രാമമല്ല. പക്ഷെ അവിടെ ഒരു പന്ത് കളി നടക്കുന്നുണ്ട്. അതെ, കേരളത്തിലെ വോളിബോളിന്റെ പെരുമ വിളിച്ചോതുന്ന മൂലാട് ഗ്രാമത്തിലാണ്. അവിടെ ബ്രദേഴ്സ് മൂലാട് എന്ന് പറയുന്ന ക്ലബ്ബ്. നമുക്കറിയാം, ഇതിനോടകം തന്നെ കേരളത്തിലെ ഒട്ടനവധി ഒരുപാട് താരങ്ങളെ വാർത്തെടുത്ത് രാജ്യത്തിന് സംഭാവന ചെയ്ത, രാജ്യത്തെ വോളിബോളിന് സംഭാവന ചെയ്ത മൂലാട് ഗ്രാമത്തിലാണ്. ഇത് ഇവിടെയുള്ള കുട്ടിത്താരങ്ങളുണ്ട്, അവർക്കൊപ്പം കുറച്ച് മുതിർന്ന ആളുകൾ. ഇവർ ആർമിയുടെ ടീമാണ് കേട്ടോ, ആർമിയുടെ ടീമാണ്. പല സ്ഥലത്ത് നിന്ന് വന്ന് ഇവിടെ പരിശീലനത്തിന് എത്തിയതാണ്. എന്തായാലും വലിയ സന്തോഷം. പെരുമഴയത്ത് നമ്മൾ പ്രതീക്ഷിച്ചില്ല എത്ര ആളുകൾ. ഇല്ല, മഴയാവുമ്പോ എല്ലാവരും ഒന്ന് ഒതുങ്ങും. പക്ഷെ ഇവിടെ ആളുകൾ കൂടുകയാണ്, ഒരു ആവേശം കത്തിക്കേറുകയാണ്. ഇസ്മായില്, ശരത്ത്, ഈ പറഞ്ഞ ജിതിന്, രതീഷ്, ഇവരെ പോലുള്ള കളിക്കാർ ഇവിടെ നിന്നും വളർന്നു വന്നത് അതിനെ എത്രത്തോളം വോളിബോളിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ക്യാമ്പുകൾ അത്രയും ഉഷാറാണ്. ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? എറിഞ്ഞു പൊളിച്ചേ. अड़िचे बोल बस ये मैच देखने के लिए टिकट है कैसी केरला क्रिकेट लीग कंग्रेचुलेशंस നവനീതാണ് എറിയുന്നത് കേട്ടോ. ഊരി തെറിച്ചു പോയി. അത് ഈസിയാ അല്ലേ? ഈസിയാണ് അത്. നവീൻ അടുത്ത സമ്മാനം. കേരള ക്രിക്കറ്റ് ലീഗ് മത്സരം കാണാനുള്ള ടിക്കറ്റാണ്. കളി കാണാൻ വരണം കേട്ടോ. വീണ്ടും ടിക്കറ്റ്. കൺഗ്രാചുലേഷൻസ്. വീണ്ടും നമ്മളെ ആർമി നമ്മളെ ഞെട്ടിക്കുകയാണ്. കറക്റ്റ് ഉന്നത്തില് വീണ്ടും ടിക്കറ്റ് എടുത്തു. അപ്പൊ ഫസ്റ്റ് നമ്മൾ മറ്റു സ്ഥലത്ത് പോയത് പോലെയല്ല, ഭയങ്കര ഉന്നുള്ള ആളുകളാണ് കാര്യമായിട്ട്. അതായത് നമ്മള് ഈ സെർവ് ചെയ്യുന്ന കൈ കൊണ്ട് സ്പിൻ ചെയ്യാനും പറ്റും, സ്മാഷ് അടിക്കുന്നവർക്ക് പേസ് ചെയ്യാനും പറ്റും. അവസാനം വന്നൊരു സലീം എന്ന് പറഞ്ഞ ചേട്ടൻ വന്നിട്ടേ ഒരു മിന്നൽ ബോൾ കണ്ടില്ല, കുറ്റി വീഴുന്നതിനാണ് പോയത്. ഓക്കെ, അപ്പൊ നമ്മള് ബ്രദേഴ്സ് മൂലാടിന്റെ ഗ്രൗണ്ടിൽ നിന്ന് പോവുകയാണ്. പക്ഷേ നമ്മൾ പറയട്ടെ, എല്ലാ സ്ഥലത്തും ഞങ്ങൾ വന്ന് പറയുന്നത് കേരളത്തിലെ ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളെ വാർത്തെടുക്കുന്ന സ്ഥലം എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കേരളത്തിന്റെ വോളിബോളിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, അതിന്റെ മുന്നിൽ മൂലാടിന്റെ പേര് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. ബ്രദേഴ്സ് ക്ലബ്ബ്. അത് ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. നമ്മുടെ ഈ കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ ജേഴ്സിയിലൊക്കെ കാണാൻ രണ്ടാമതൊരു വരവ് വരേണ്ടി വരും. ഒരു വരവൂടെ ഞങ്ങൾ വീണ്ടും അന്ന് വരും. അപ്പൊ ബൈ, മറ്റൊരു സ്ഥലത്ത് കാണാം.